വീട് അതൊരു വികാരമാണല്ലേ. ഒരു ശരാശരി മലയാളിക്ക് വീടെന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടിടമല്ല, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തിന് പിന്നാലെ വരുന്ന ഒന്നാണ് ഹോം ലോൺ. 19-20 കൊല്ലം നീണ്ടു നിൽക്കുന്ന ആ ബാധ്യത എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നായിരിക്കും നമ്മളിൽ പലരുടെയും ചിന്ത. കയ്യിൽ കുറച്ച് പണം വന്നാൽ അത് ബോണസ് ആകാം, അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആകാം. നമ്മൾ ആദ്യം ഓടുന്നത് ബാങ്കിലേക്കാണ്, ആ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യാൻ. ഒരു കടവുമില്ലാതെ സമാധാനമായി ഒന്ന് ഉറങ്ങണം, ശരിയല്ലേ? സത്യം പറഞ്ഞാൽ 2026 ഈ സാമ്പത്തിക സാഹചര്യത്തിൽ അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. നമ്മൾ വൈകാരികമായി എടുക്കുന്ന ഈ തീരുമാനം നിങ്ങളുടെ പോക്കറ്റിന് വലിയൊരു നഷ്ടമാണോ വരുത്തി വെക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ലോൺ തീർത്താൽ പലിശ ലാഭിക്കാമെന്നാണ്. ലോജിക്ക് ശരിയാണ്, പക്ഷെ ഇവിടെയാണ് നമ്മൾ ഒരു വലിയ കാര്യം മിസ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ആ പണം ലോൺ അടയ്ക്കാൻ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് എന്ത് ചെയ്യാമായിരുന്നു? നമുക്ക് ചുറ്റുമുള്ള ലോകം മാറി. ലോൺ പലിശ നിരക്കുകളും ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണുകളും തമ്മിലുള്ള ആ വലിയ ഗ്യാപ്പ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഈ സമയത്ത് ആ പഴയ കടം തീർക്കൽ ഫോർമുല അന്ധമായി പിന്തുടരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനുകളെ തന്നെ തകിടം മറിച്ചേക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഹോം ലോണിന്റെ പലിശ ഇപ്പോൾ എത്രയാണ്? ഏകദേശം 9% എന്ന് കൂട്ടിക്കോളൂ. ഇതിനെ നമ്മൾ ചീപ്പ് ഡെറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ 9% പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന അത്രയും വലിയ തുക വേറെ എവിടെയും കിട്ടില്ല. ഇനി നിങ്ങൾ ഈ പണം ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കാതെ ഒരു നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ ഇക്വിറ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്ക് നോക്കിയാൽ 12 മുതൽ 15% വരെ റിട്ടേൺ കിട്ടുന്ന ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് മുന്നിലുണ്ട്. പലിശ 9%, ലാഭം 14%. അപ്പോൾ ആ 5%ന്റെ ലാഭം നമ്മൾ കളയുകയല്ലേ? 10 ലക്ഷം രൂപ ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരാളും അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം 10 വർഷം കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും. കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയാണത്. ഇവിടെയാണ് അടുത്ത ടിസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ ബാങ്കിൽ പോയി ലോൺ മുൻകൂട്ടി അടയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ബാങ്ക് ഒരു ചോദ്യം ചോദിക്കും: EMI കുറയ്ക്കണോ അതോ കാലാവധി കുറയ്ക്കണോ? മിക്കവാറും ആളുകൾ EMI കുറയ്ക്കാൻ പറയും. മാസാമാസം കുറച്ച് പണം കയ്യിൽ അധികം ഇരിക്കുമല്ലോ എന്നാവും ചിന്ത. പക്ഷെ അതൊരു വലിയ അബദ്ധമാണ്. പലിശ കണക്കാക്കുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള മുതലിന്റെ മുകളിലാണ്. നിങ്ങൾ കാലാവധി അഥവാ ടെന്യൂർ കുറയ്ക്കുമ്പോഴാണ് ലോണിന്റെ അവസാന വർഷങ്ങളിലെ ആ വലിയ പലിശ ലാഭിക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഒരു 50 ലക്ഷം രൂപയുടെ ലോണിൽ 3-ാം വർഷം ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുന്നു എന്ന് കരുതുക. കാലാവധി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ ഏകദേശം 4 വർഷത്തോളം നിങ്ങൾക്ക് ലോൺ കാലയളവ് ലാഭിക്കാം. 15 ലക്ഷത്തിന് മുകളിൽ പലിശയും ലാഭിക്കാം. നേരെ മറിച്ച് EMI കുറയ്ക്കാൻ പോയാൽ ഈ ലാഭം പകുതി പോലും കിട്ടില്ല. നമ്മൾ മലയാളികൾ പലരും മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട്: ഇൻകം ടാക്സ് ബെനിഫിറ്റ്. സെഷൻ 24 പ്രകാരം ഹോം ലോൺ പലിശയിൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരാളാണെങ്കിൽ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കുമ്പോൾ നിങ്ങളെ ടാക്സ് ബാധ്യത കൂടും. ചുരുക്കത്തിൽ ബാങ്കിന് കൊടുക്കുന്ന പലിശ ലാഭിക്കാൻ നോക്കുമ്പോൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് കൂടിപ്പോകുന്നു. സത്യം പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടി കണക്കിലെടുത്താൽ ഈ ഹോം ലോൺ എന്നത് ഏതാണ്ട് ഫ്രീ ആയി കിട്ടുന്ന ഒരു പണം പോലെയാണ്. ഈ 2026 നമുക്കൊരു വലിയ ബോണസോ വലിയൊരു തുകയോ കയ്യിൽ വന്നാൽ എന്ത് ചെയ്യണം? ഒരു തത്വമുണ്ട്: റൂൾ ഓഫ് തേർഡ്. 3ആയി ഭാഗിക്കുക. ആദ്യത്തെ ഒരു ഭാഗം നിങ്ങളുടെ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുക. ഒരു 6 മാസം ജോലി ഇല്ലാതായാലും ജീവിക്കാൻ വേണ്ട തുക കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുക. ലിക്വിഡിറ്റി വളരെ പ്രധാനമാണ്. 2ാമത്തെ ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ളതാണ്. 3ാമത്തെ ഭാഗം മാത്രം ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം നൽകും. കടം കുറയുന്നുണ്ടല്ലോ എന്ന ആശ്വാസം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരാൾ തന്റെ എല്ലാ സമ്പാദ്യവും എടുത്ത് വീട് ലോൺ അടച്ചു തീർത്തു എന്ന് കരുതുക. കയ്യിൽ പണമൊന്നുമില്ല, പക്ഷെ സ്വന്തമായ ഒരു വീടുണ്ട്. പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? വീടിന്റെ ആധാരം പണയം വെച്ച് 12% പലിശയ്ക്ക് പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും. 9% ലോൺ അടച്ചു തീർത്തിട്ട് 12% ലോൺ എടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതിനെയാണ് നമ്മൾ ഹൗസ് റിച്ച് ആൻഡ് ക്യാഷ് പൂർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഹോം ലോണിനെ ഒരു ബാധ്യതയായി മാത്രം കാണാതെ ഒരു ടൂളായി കാണാൻ ശീലിക്കണം. ബാങ്കുകൾ ചിലപ്പോൾ പഴയ പലിശ നിരക്കിലായിരിക്കും നിങ്ങളുടെ ലോൺ എപ്പോഴും കൊണ്ടുപോകുന്നത്. അത് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ലോൺ പ്രീപേ ചെയ്യുന്നതിനേക്കാൾ വലിയ ലാഭം പലിശ നിരക്ക് ഒന്ന് പുതുക്കിയാൽ കിട്ടും. ലോൺ അടച്ചു തീർക്കുന്നത് വലിയൊരു നേട്ടമായി കാണുന്ന നമ്മുടെ ശീലം മാറ്റേണ്ട കാലം അതിക്രമിച്ചു. പണം എവിടെ വെച്ചാലാണ് കൂടുതൽ വളരുക എന്ന് മാത്രം നോക്കിയാൽ മതി. ഓർക്കുക, നിങ്ങളുടെ വീട് നിങ്ങളുടെ സമാധാനത്തിനുള്ള ഇടമായിരിക്കണം, അല്ലാതെ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം തടയുന്ന ഒരു ജയിലാകരുത്. വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ കണക്കുകൾ നോക്കിയെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളെ ലോങ് റണ്ണിൽ സഹായിക്കുക. നിങ്ങളുടെ ലോൺ അടച്ചു തീർക്കുന്നത് മനസ്സിന്റെ സമാധാനത്തിനാണോ അതോ ശരിക്കും ലാഭത്തിനാണോ എന്നുകൂടി ചിന്തിക്കുക.